ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. ഒരു ബൗളിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 500 ഗ്രാം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലോട്ടൊക്കെ മസാല നന്നായിട്ട് പിടിക്കണം. ഞാനിവിടെ വലിയ പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. വരഞ്ഞു കൊടുക്കുന്നത് നന്നായിട്ട് മസാല പിടിക്കാനായിട്ടാണ്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കി ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡൊന്ന് ഫ്രൈ ആക്കിയിട്ടപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ എടുക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ട് എടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു വലിയ തക്കാളി നന്നായിട്ട് അരച്ചെടുത്തതാണ് ആഡ് ചെയ്യുന്നത്. അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തില്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് റോസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. ടൊമാറ്റോയുടെ ഗ്രേവിയൊക്കെ ചിക്കനിലോട്ട് നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. നിങ്ങൾക്കിത് ചപ്പാത്തി, പൊറോട്ട, ബിരിയാണിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. എന്നും ചെയ്യുന്ന ചിക്കൻ ഫ്രൈന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ വേറെയും ചിക്കൻ ഫ്രൈയുടെ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ കയറി കാണുക.
അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.